ഇനി കഥ തുടരുന്നത് കൃഷ്ണന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ്. അതെ, 10 ദിവസം കഴിഞ്ഞു. യുദ്ധത്തിന്റെ ഭീകരത കൂടിക്കൊണ്ടേയിരുന്നു. അതിന്റെ ഗർജനം അതിഭയങ്കരമായി. എൻ്റെ ആത്മശിഷ്യനായ അർജുനന്റെ നന്ദിഘോഷ രഥത്തിന്റെ മുന്നിലിരുന്ന് അതിലെ വേഗതയേറിയ വെള്ളക്കുതിരകളെ തെളിച്ച് സ്വച്ഛന്തമായി ചതുരംഗപ്പടയെ ചുറ്റിക്കൊണ്ട് ഞാനത് കണ്ടു. ഞാൻ ആരുടെ സഹായത്തിനു വേണ്ടിയാണോ സാരഥിയുടെ രൂപത്തിൽ കുരുക്ഷേത്രത്തിൽ ഇറങ്ങിയത്, അവരുടെ വിജയം ആദ്യ ദിവസങ്ങളിലേക്കാൾ ദൃഢമായി ഉള്ളിൽ ഉറപ്പിച്ചു. അർജുനൻ അടക്കമുള്ള പാണ്ഡവർക്ക് യമകിങ്കരന്മാരായി തോന്നുന്ന അതിപരാക്രമിയായ കർണൻ ഭീഷ്മരുടെ പതനത്തിനു മുമ്പ് രണാങ്കണത്തിൽ പ്രവേശിക്കുകയില്ലായിരുന്നു. അയാളെപ്പോലെ അഖണ്ഡ സാധന കൊണ്ട് തെളിഞ്ഞ സമർത്ഥനും പരാക്രമിയായ മറ്റൊരു സേനാനായകൻ കൗരവപക്ഷത്തില്ല. സമർത്ഥനും പരാക്രമിയുമായിരുന്നു കർണൻ. അതിനാൽ നാട്ടുനടപ്പനുസരിച്ച് ഞാൻ ഹസ്തിനാപുരിയിൽ പോയപ്പോൾ തൻ്റെ കുലമഹിമയെപ്പറ്റി പറഞ്ഞുകൊടുത്ത് അയാളെ പാണ്ഡവപക്ഷത്ത് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ആ ദൃഢനിശ്ചയം മാറ്റുവാൻ സുദർശനമേന്തിയ എൻ്റെ കൈകൾക്കായില്ല. എൻ്റെ സത്യകഥനത്തിലൂടെ അയാൾക്ക് അല്പമെങ്കിലും തേജോഭംഗം സംഭവിച്ചേക്കുമോ എന്ന് ഹസ്തിനാപുരത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചു. പക്ഷേ അങ്ങനെ സംഭവിക്കുവാൻ സാധ്യത തീരെയില്ല. കാരണം ഭംഗം വരുന്നത് തേജസ്സല്ല എന്ന് അയാൾ തെളിയിച്ചു. മറിച്ച് സൂര്യപുത്രനാണെന്ന് മനസ്സിലായപ്പോൾ അയാളിലുണ്ടായ പ്രതികരണം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വിതുരൻ എന്നോട് പറഞ്ഞു, എന്നെ കണ്ട് തിരിച്ചു ചെന്ന് കർണൻ ഞാൻ സൂര്യപുത്രനാണ് എന്ന് ഗർജിച്ചുകൊണ്ട് ജലം നിറച്ച 5 സ്വർണ്ണകലശങ്ങൾ നിലത്തിട്ട് ഉരുട്ടിയത്രേ. ആ കർണൻ ഭീഷ്മരുടെ പതനത്തിനു മുമ്പ് രണാങ്കണത്തിൽ കാലുകുത്തുകയില്ല. ഇന്ദ്രൻ ആദ്യം തന്നെ തൻ്റെ പുത്രനായ അർജുനു വേണ്ടി വളരെ കൗശലപ്രകാരം അയാളിൽ നിന്ന് കവചകുണ്ടലങ്ങൾ കൈക്കലാക്കിയിരുന്നു. പരശുരാമൻ യുദ്ധസമയത്ത് നിനക്ക് ബ്രഹ്മാസ്ത്രം ഓർമ്മ വരാതെ പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. യുദ്ധസമയത്ത് നിന്റെ രഥചത്രങ്ങൾ ഭൂമിയിൽ താണുപോകട്ടെ എന്ന് മഹേന്ദ്രപർവ്വതത്തിൽ ബ്രാഹ്മണന്റെ ശാപം ആർക്കും മറക്കുവാനായിട്ടില്ല. കുന്തിദേവിക്ക് അയാൾക്ക് 4 പുത്രന്മാരുടെ അഭയം നൽകി. സൂര്യപുത്രനായിട്ടും പ്രഥമ പാണ്ഡവനായ കർണൻ എന്നെ പോലെ ഒരു സാരഥിയെ പോലെ കഴിയുന്നു. എന്നാൽ ഇതുതന്നെയാണോ യഥാർത്ഥ സംഗതി? യുദ്ധത്തിന്റെ 11ാം ദിവസം എത്തി. കൗരവരുടെ ത്രികോണാകൃതിയിലുള്ള കാവരി ധ്വജം കയ്യിലേന്തി ഗുരുദേവനായ ദ്രോണർ കൗരവർക്ക് നേതൃത്വം നൽകുന്നതായി. ദ്രോണർ അദ്ദേഹം എല്ലാ ആയുധങ്ങളുടെയും സഞ്ചരിക്കുന്ന വേദമാണ്. 10ാം ദിവസം ഭീഷ്മരുടെ പതനം മൂലം രാത്രി മുഴുവൻ ദുഃഖിതരായി കഴിഞ്ഞ കുരുസൈന്യം സേനാധിപതിയായി ദ്രോണരെ കണ്ടപ്പോൾ വീണ്ടും ആവേശത്തോടെ രണഭേരി മുഴക്കി. കുരുക്ഷേത്രത്തിന്റെ അന്തരീക്ഷം അവരുടെ ഗഗനഭേദിയായ ജയാരവം കൊണ്ട് മുഖരിതമായി. അന്ന് ആദ്യമായി ദ്രോണന്റെ നേതൃത്വത്തിൽ പ്രചണ്ഡമായ രഥസൈന്യത്തിന്റെ നായകനായി കർണൻ യുദ്ധത്തിനിറങ്ങി. ലതാദികളുടെ ചിത്രങ്ങൾ കുത്തിയ തിളങ്ങുന്ന സുവർണമായ ജൈത്രരഥത്തിലിരിക്കുന്ന കർണനെ കണ്ടാൽ ഹിമാലയത്തിൽ കൈലാസ പർവ്വത ശിഖരങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് പോലെ തോന്നും. ആ രഥത്തിൽ ആനച്ചങ്ങലകൾ ചിത്രീകരിച്ചിട്ടുള്ള കാഷായ വർണ്ണത്തിലുള്ള രാജധ്വജം കാറ്റിൽ ശക്തിയായി ഇളകി. സർവാംഗങ്ങളെയാലും ലോഹത്രയായാലും അണിഞ്ഞ കർണൻ ചാരത്തിൽ പൊതിഞ്ഞുകിടന്ന കനൽക്കട്ട പോലെയായിരുന്നു. അയാൾക്ക് കവചകുണ്ടലങ്ങളില്ല. അയാളുടെ ജീവിതം ശാപഗ്രസ്തമാണ്. എങ്കിലും അയാൾ കനൽ പോലെ വിനാശകാരിയാണ്. അഗ്നിസ്ഫുലിംഗം എത്ര തന്നെ ചെറുതാണെങ്കിലും അഗ്നിസ്ഫുലിംഗം തന്നെ. കൊടുങ്കാറ്റ് പോലെയുള്ള കർണന്റെ മുന്നിൽ അർജുനനെ കൊണ്ടുവരുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് രാത്രിയിൽ ശിബിരത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കർണന്റെ ഭയം കൊണ്ട് ചിന്താതീതനായി എല്ലാവരും. ആ സൂതപുത്രനായ രാധയൻ എന്ത് ചെയ്യുവാൻ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന യുധിഷ്ഠിരനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ജീവിതകാലം മുഴുവൻ ദഹിപ്പിക്കുന്ന അവഹേളനം കൊണ്ടും ഇടയ്ക്കിടെ സംഭവിക്കുന്ന മാനഭംഗം കൊണ്ടും ആഞ്ഞടിക്കുന്ന കർണനാകുന്ന കൊടുങ്കാറ്റിന് മുൻപിൽ അർജുനൻ ജീർണിച്ച പർണശാല പോലെ നിമിഷ നേരം കൊണ്ട് നിലംപരിശാകും. അയാളെ തടയുന്നതിനുള്ള ശക്തി ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, പർവ്വതരൂപിയായ ഭീമന്. അതുകൊണ്ട് കർണനോട് യുദ്ധം ചെയ്യുവാൻ ഞങ്ങൾ ഭീമനെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. വാക്ക് പാലിക്കുന്ന കർണന് കുന്തിദേവിക്ക് കൊടുത്ത വാക്ക് ഒരിക്കലും മറക്കുവാനാവില്ല. അയാൾ ഭീമനെ വധിക്കില്ല. അർജുനനെ ഒഴികെ മറ്റാരും അയാൾ പ്രാണാധാരമായി വധിക്കില്ല. അപ്പോൾ അയാളുടെ പരാക്രമം വിഷമെടുത്ത സർപ്പത്തെപ്പോലെയോ നഖം മുറിക്കപ്പെട്ട സിംഹത്തെപ്പോലെയോ ആണ്. ഭീഷ്മരുടെ നേതൃത്വത്തിലുണ്ടായ ഘോരയുദ്ധത്തിൽ പാണ്ഡവരുടെ 5 ലക്ഷം സൈനികർ വധിക്കപ്പെട്ടു. ഭീമൻ, ശ്വേതൻ, സാത്യകി, അർജുനൻ, ദൃഷ്ടദ്യുമ്നൻ, യുയാധാനു എന്നിവർ കൗരവരുടെ 1 ലക്ഷം സൈനികരെ യമപുരിക്ക് അയച്ചു. എങ്കിലും കൗരവരുടെ സൈന്യസംഘം കൂടുതലായിരുന്നു. കർണന്റെയും ദ്രോണന്റെയും പിന്നിൽ 15 ലക്ഷം സൈനികരുടെ മഹാസാഗരം അലയടിക്കുകയാണ്. ഞങ്ങളുടെ നന്ദിഘോഷ രഥത്തിന് പിന്നിൽ 10 ലക്ഷം സൈനികരേ ഉള്ളൂ. സൂര്യോദയമായപ്പോൾ തൻ്റെ തോളിനൊപ്പം ഉയർന്ന വിവിധ അലങ്കാരങ്ങൾ കൊണ്ട് സുശോഭിതനായ പേരിനെ അനർത്ഥമാക്കുന്ന വിജയധനുസ് കർണൻ ഉയർത്തി വീശി. തൻ്റെ ഹിരണ്യഗർഭ എന്ന വെളുത്ത വലിയ ശംഖ് ഉറക്കി ഊതി അത്രയേറെ ഗഗനഭേദിയായ ശബ്ദം മറ്റൊരു ശംഖിനുമില്ല. തലയ്ക്ക് മുകളിൽ ഉയർന്നു വരുന്ന സഹസ്ര രശ്മികളോടുകൂടിയ തൻ്റെ പിതാവിനോട് ശംഖനാദത്തിലൂടെ അയാൾ പറയുന്നത് പോലെ തോന്നി. അന്ധകാരത്തെ ഭസ്മമാക്കുന്ന അങ്ങേ ഹിരണശാലകൾ പോലെയുള്ള എൻ്റെ ബാണങ്ങൾ
ഇന്ന് അർജുനനെ ദഹിപ്പിക്കും. എൻ്റെ ധ്വജത്തിലെ ആനച്ചങ്ങലകൾ കൊണ്ട് അവൻ്റെ ധ്വജത്തിലെ കുരങ്ങന്മാരെ ഞാൻ തളയ്ക്കും. യോദ്ധാക്കൾക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന ശംഖനാദമുയർത്തി അയാൾ തൻ്റെ രഥസേനയ്ക്ക് മുന്നേറുന്നതിനുള്ള സൂചന നൽകി. അയാളുടെ നീല നേത്രങ്ങൾ ക്രോധത്താൽ ഉരണ്ടു. സേനാപതി ദ്രോണരാണെന്ന് മറന്ന് അദ്ദേഹത്തെ പിന്തുടരുന്ന മഹാരഥിക്ക് അംഗരാജാവായ കർണൻ ജയിക്കട്ടെ എന്ന് ജയാരവം മുഴങ്ങി. ഘടാവാഗ്നിയിൽ ചുറ്റപ്പെട്ട നിഷാദപർവ്വതം പോലെയുള്ള ആ പ്രഥമ പാണ്ഡവനെ കണ്ടപ്പോൾ പാണ്ഡവർക്ക് മാത്രമല്ല എനിക്കും സൂര്യൻ തന്നെ മറ്റൊരു രൂപം പൂണ്ട് വിളയാടുകയാണോ എന്ന് തോന്നിപ്പോയി. പൗർണമി ദിനത്തിൽ മഹാസാഗരം ഗർജിക്കുന്നത് പോലെ തൻ്റെ വിജയധനുസ് ഉയർത്തി അയാൾ ഗർജിച്ചു. നിമിഷങ്ങൾക്കകം നദിയിലെ ഓളങ്ങൾ മുറിച്ച് മുന്നേറുന്ന മുതലയെ പോലെ അയാൾ പാണ്ഡവ സൈന്യയിലേക്ക് കുതിച്ചു കയറി. അയാളുടെ ക്രുദ്ധമായ കണ്ണുകൾ അർജുനന്റെ രഥത്തിലെ ധ്വജം തിരിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അർജുനനെ ചുറ്റിപ്പറ്റി നിന്ന ഭീമൻ തന്നെ വീണ്ടും വീണ്ടും അയാളെ എതിരിട്ടു. ഞാൻ കൗശലപൂർവ്വം കർണന്റെ മുന്നിൽപ്പെടാതെ അർജുനന്റെ നന്ദിഘോഷം ദ്രോണന്റെ മുമ്പിൽ തന്നെ നിർത്തി. ദിഗ്വിജയത്തിൽ ആര്യാവർത്തത്തെ മുഴുവൻ വിറപ്പിച്ച, ദാനം കൊണ്ടും സാധന കൊണ്ടും ധൈര്യം കൊണ്ടും സൽസ്വഭാവം കൊണ്ടും ചുട്ടുപെടുത്ത ലോഹം പോലെ കാണപ്പെട്ട പ്രഥമ കൗന്ദേയനും ബകാസുരൻ, ഹിഡുംബൻ, ജരാസന്ധൻ തുടങ്ങിയ ഭീമാകാരന്മാരെ വധിച്ച ബാലഠ്യനായ ഭീമനും രണ്ടുപേരും അഭിമുഖമായി നിന്നു. മതമിളകിയ കാട്ടാനകളെ പോലെ പരസ്പരം ആക്രമിക്കുന്നതിന് മുമ്പ് അവർ ഒരു നിമിഷം അന്യോന്യം ലക്ഷ്യം നോക്കി. നിമിഷങ്ങൾക്കകം ഹൃദയം വിറപ്പിക്കുന്ന രോമാഹർഷ വർഷമുണ്ടാക്കുന്ന അവരുടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ബാണങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. ക്രുദ്ധ സർപ്പത്തെ പോലെ ചൂട് നിശ്വാസങ്ങൾ ഉയർത്തിക്കൊണ്ട് അവർ ഞൊടുന്ന ബാണങ്ങളിൽ ആകാശം മൂടി. ചന്ദ്രൻ നിലാവ് പെയ്യുന്നത് പോലെ നിരന്തരവും അകട്ടവുമായി കർണന്റെ വില്ലിൽ നിന്നും അമ്പുകൾ തുടുക്കപ്പെട്ടു. അവ ഭീമനോടൊപ്പം യുദ്ധം ചെയ്തിരുന്ന വിരാടനെയും മത്സ്യനെയും പാഞ്ചാലിനെയും ശ്വാസം മുട്ടിച്ചുകൊണ്ടേയിരുന്നു. കർണന്റെ അസ്ത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭീമൻ വ്യാകുലനായി കൈയിലെ വില്ല് വലിച്ചെറിഞ്ഞ് മദ്യം കുടിച്ച് തൻ്റെ ഓരോ തുള്ളി രക്തത്തെയും ഉത്തേജിപ്പിച്ചു. കുന്നിക്കുരു പോലെ ചുവന്ന കണ്ണുകൾ ചുറ്റുമോടിച്ച് അയാൾ ആവേശത്തോടെ കർണന്റെ നേർക്ക് കുതിച്ചു. ഭീമൻ 8 തവണ തുടർച്ചയായി കർണന്റെ വിജയധനുസിന്റെ ഞാൻ തകർത്തു. 5 തവണ കർണന്റെ രഥം മറിച്ചിട്ടു. സാരഥിയായ സത്യസേനനെ മുറിപ്പെടുത്തി. സത്യസേനൻ രഥത്തിൽ നിന്ന് താഴെ വീണപ്പോൾ കർണൻ വില്ല് വലിച്ചെറിഞ്ഞു. സത്യസേനന്റെ വിറയ്ക്കുന്ന ശിരസ് മടിയിൽ വെച്ച് സത്യസേന സത്യസേന എന്ന് വിളിച്ച് അയാളെ അബോധാവസ്ഥയിൽ നിന്ന് ഉണർത്തുവാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഭീമൻ കർണന്റെ രഥത്തിൽ ചാടിക്കേറി അത് തകർത്തു. സത്യസേനൻ വീണ് കിടക്കുകയാണ്. എന്നിട്ടും കർണൻ അതിശക്തമായ സൗമ്യതയോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനായി അയാൾ ഭീമന്റെ ആക്രമണത്തെ തടഞ്ഞു നിർത്തുക മാത്രമാണ് ചെയ്തത്. എന്നാൽ മദ്യം തലയ്ക്ക് പിടിച്ച ഭീമൻ കടൽക്കാറ്റ് പോലെ ആഞ്ഞടിച്ചപ്പോൾ കർണനെ നോക്കി നിൽക്കുവാനായില്ല. അയാളുടെ നിലനേത്രങ്ങൾ കോപത്താൽ ചുവന്നു. വൈശാഖത്തിലെ തിളയ്ക്കുന്ന വെയിൽ പോലെ മുന്നിൽ കണ്ടവരെയെല്ലാം ദഹിപ്പിച്ചുകൊണ്ട് ഭീമനെ ആക്രമിച്ചു. ഗംഗാതടം മൂടൽമഞ്ഞിനാൽ മറയുന്നത് പോലെ തൻ്റെ ബാണവർഷത്താൽ അയാൾ ഭീമാകാരനായ ഭീമനെ നിമിഷങ്ങൾക്കകം മറച്ചു. ശരീരം നിറയെ അമ്പുകൾ തറച്ച ഭീമൻ പടർന്ന് പന്തലിച്ച ആനയമരം കൊടുങ്കാറ്റിൽ കടപുഴകി വീഴുന്നതുപോലെ രഥത്തിൽ നിന്ന് താഴെ വീണു. ഭൂമി കുലുങ്ങി. വായുപുത്രനായ ഭീമൻ ബോധമറ്റു. കണ്ണുകളിൽ തിളങ്ങുന്ന വിജയ ഉന്മാദത്തോടെ കർണൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. വായുവേഗത്തിൽ ബോധമറ്റ് കിടക്കുന്ന ഭീമന്റെ അടുത്ത് ചെന്ന് അയാളെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ശക്തി ആർക്കും ഉണ്ടായിരുന്നില്ല. അല്പസമയത്തിനുള്ളിൽ ബോധം തിരിച്ചു കിട്ടിയ ഭീമൻ കണ്ണുകൾ തുറന്ന് ചാടി എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. അയാളുടെ കണ്ടത്തിലെ കർണൻ തൻ്റെ വിഖ്യാതമായ വില്ലന്റെ ഞാനൊരു കുടക്കുപോലെ ബലമായി കുരുക്കി. ഭീമൻ പണ്ട് കളരിയിൽ വെച്ച് സൂതപുത്രൻ എന്ന് കളിയാക്കിയ ആ സൂര്യപുത്രൻ പരിഹസിച്ചുകൊണ്ട് ഗർജിച്ചു. എടാ അസംബന്ധം പറയുന്നവനെ, ചാട്ടയെടുത്ത് നിന്റെ പുറം പൊട്ടുന്നത് വരെ ഞാൻ അടിക്കട്ടെ. പോവും, എൻ്റെ കൺമുന്നിൽ നിന്ന് ദൂരെ മാറിപ്പോവും. മധുര പലഹാരങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അടുക്കളയിൽ പോയി നിന്റെ വെള്ളമൂർന്ന നാക്കടക്ക്. ഇനി ഒരിക്കലും ഈ കർണന്റെ മുന്നിൽ വരുവാനുള്ള സാഹസം കാണിക്കരുത്. ദൂരെ പോവും. ലജ്ജിതനായ ഭീമൻ തലകുനിച്ച ആ വിഖ്യാതനായ ദാനവീരനിൽ നിന്ന് പ്രാണദാനം സ്വീകരിച്ച് പിൻവാങ്ങി. അന്ന് ആദ്യമായി ഭീമന്റെ ഗർവ് ശമിച്ചു. ഭീമനാൽ വധിക്കപ്പെട്ട ദുർമുഖൻ, ദുർജയൻ, വികർണൻ എന്നീ ദുര്യോധന സഹോദരന്മാരുടെ ശവം കൗരവർ വളരെ പണിപ്പെട്ട് യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തെടുത്തു. വികർണനെ വധിക്കുന്ന സമയത്ത് ഭീമന്റെ കൺമുന്നിൽ ചൂതുകളിക്ക് ശേഷമുണ്ടായിരുന്ന വസ്ത്രാക്ഷേപത്തിന്റെ ചിത്രം തെളിഞ്ഞു വന്നു. രഥത്തിൽ നിന്നിറങ്ങി കിരീടം മാറ്റി അയാൾ വികർണന്റെ മൃതദേഹത്തെ വന്ദിച്ചു. കർണന്റെ പരാക്രമം കണ്ട് പേടിച്ച യുധിഷ്ഠിരൻ യുദ്ധം നിർത്തിയാലോ എന്നൊന്നു പോലും ചിന്തിച്ചു. ഭീമന്റെ അഹങ്കാരം ശമിപ്പിച്ചുകൊണ്ട് 11ാം ദിവസവും കഴിഞ്ഞു. പക്ഷേ ശിബിരത്തിൽ യുധിഷ്ഠിരന്റെ കണ്ണുകളിൽ മാത്രം ഉറക്കമില്ല. 12ാം ദിവസം സൈന്യരചനയിൽ നിപുണനായ രാജനിഷ്ഠനായ ദ്രോണർ ശംഖാകൃതിയിലുള്ള വ്യൂഹം ചമച്ച് ആദ്യ യാമത്തിൽ തന്നെ ദ്രുപദൻ തുടങ്ങി വിഖ്യാതരായ പല രാജാക്കന്മാരെയും യമപുരിക്ക് അയച്ചു. പക്ഷേ ശിഷ്യസ്നേഹം മൂലം അർജുനനോട് അദ്ദേഹം സൗമ്യമായാണ് യുദ്ധം ചെയ്തത്. നിഷ്ഠയ്ക്കിളക്കം തട്ടുന്നു. സ്നേഹം എന്തു തന്നെയാണേലും ദുർബലം തന്നെ. അജലൻ, ഉഗ്രസേനു, ദീർഘായുസു തുടങ്ങിയ പ്രസിദ്ധ രതികളെ അർജുനൻ വീഴ്ത്തി. സാത്വികി അശ്വത്ഥാമാവിനെയും ദുശാസനെയും ശകുനിയെയും ബുദ്ധിമുട്ടിപ്പിച്ചു. 2 കരിങ്കല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതിലുള്ള ഉറുമ്പിൻ കൂട്ടങ്ങൾ ഞെരിഞ്ഞമർന്നതുപോലെ ഓരോ പടയിലെയും വധിക്കപ്പെട്ട സൈനികരെ എണ്ണിത്തിട്ടപ്പെടുത്തുക അസാധ്യമായിരുന്നു.
യുദ്ധലഹനത്തിനിടയിൽ ആനകളുടെയും കുതിരകളുടെയും രഥങ്ങളുടെയും അടിയിൽപ്പെട്ട് ആർത്തനാദം മുഴക്കിക്കൊണ്ട് പലരും മരിച്ചു. മുറിഞ്ഞു വീണ തുമ്പിക്കൈകളും കൈകാലുകളും കിരീടമണിഞ്ഞ ശിരസുകളും കൊണ്ട് യുദ്ധഭൂമി നിറഞ്ഞു. ക്രുദ്ധനായ സിംഹത്തെ പോലെ കർണൻ ചതുരംഗപ്പടയിൽ അർജുനനു വേണ്ടി ചുറ്റിത്തിരിഞ്ഞു. എന്നാൽ അർജുനന്റെ രഥത്തിന്റെ കടിഞ്ഞാൺ എൻ്റെ കയ്യിലാണ്. കർണന്റെ രഥത്തിന്റെ ചങ്ങല ചിത്രമുള്ള ധ്വജം നോക്കി ഞാൻ അർജുനനെ അതിന്റെ എതിർ ദിശയിലേക്ക് നയിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ പരാക്രമം എത്ര വിനാശകരമാണ്! ഭീമനെ അയാൾ വെറുതെ വിട്ടതിൽ ആർക്കും മനസ്സിലാക്കാം. അർജുനനെ എങ്ങും കാണാനായാൽ നിരാശനായ കർണൻ യുധിഷ്ഠിരന്റെയും നകുലന്റെയും സഹദേവന്റെയും രഥം തകർത്ത് അവരുടെ കഴുത്തിൽ തന്റെ വില്ലമർത്തിക്കൊണ്ട് ക്രോധം തകർത്ത് തീപാർന്ന നേത്രങ്ങളോട് അവരോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, പറയൂ, എൻ്റെ സുധാമനെയും ശോണനെയും കൊത്തിയ ആ നീലസർപ്പം എവിടെ? മറുപടിയൊന്നും പറയാതെ രഥം നഷ്ടപ്പെട്ട ആ പാണ്ഡവർ പരാജയത്തിന്റെ വേദനയോടെ ലജ്ജിതരായി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാനാവാതെ തിരിഞ്ഞോടി. രാജമാതാവിന് കൊടുത്ത വാക്കിനാൽ ബന്ധിക്കപ്പെട്ട ആ സൂര്യപുത്രൻ വിവശതയോടെ ചുടുവിശ്വാസങ്ങൾ ഉയർത്തിക്കൊണ്ട് പാഞ്ചാലന്റെയും വിരാടന്റെയും മത്സ്യന്റെയും രാക്ഷസന്റെയും സേനയെ കർഷകൻ വിളവ് കൊയ്യുന്നത് പോലെ കൊന്നിട്ടു. സൈന്യത്തെ നശിപ്പിച്ചുകൊണ്ട് മുന്നേറിയ അയാൾ ഇടിമിന്നൽ പോലെ തുടങ്ങി. ഒരു തവണ അയാൾ യുധിഷ്ഠിരനെ ബോധരഹിതനാക്കുകയും രഥം ദൂരെ വലിച്ചെറിയുകയും ചെയ്തു. സൈന്യത്തിലെ യോദ്ധാക്കൾ യുധിഷ്ഠിരനെ യുദ്ധഭൂമിക്ക് പുറത്തു കൊണ്ടുപോയി. അയാളുടെ ചേതന തിരിഞ്ഞുകൊണ്ടുവന്നു. കർണൻ 60 വർഷം പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ പൊട്ടിത്തെറിയാണ്. ഗർജിക്കുന്ന കൊടുങ്കാറ്റാണ്. ചുറ്റിക്കറങ്ങിത്തിരുന്ന 12-ാം ദിവസം അവസാനിച്ചു. ഓരോ ദിവസവും ശവങ്ങൾ കുന്നുകൂടിയത് കണ്ട് എന്നും യുദ്ധഭൂമി മാറ്റേണ്ടതായി വന്നു. അന്ന് വരെ ഒരു പാണ്ഡവനും യുദ്ധത്തിൽ നിലംപതിച്ചതില്ല എന്ന് കണ്ട ദുര്യോധനൻ എല്ലാ ബന്ധങ്ങളും വലിച്ചെറിഞ്ഞ് അന്ന് രാത്രി സേനാപതിയായ ദ്രോണരുടെ നേരെ തട്ടിക്കയറി. 12 ദിവസം കൊണ്ട് 12 ലക്ഷം കുരുസേന ചത്തൊടുങ്ങി. എന്നാൽ ഒരൊറ്റ പാണ്ഡവൻ പോലും ഇതുവരെ മരിച്ചില്ല. എൻ്റെ 24 സഹോദരന്മാരെ ഭീമൻ വധിച്ചു. എന്നിട്ടും ഒരു പാണ്ഡവൻ പോലും എണ്ണത്തിൽ കുറഞ്ഞില്ല. ഇത് യുദ്ധമോ അതോ ദിഗ്വിജയായ സേനാ മാനസിക ലോലസനായി വിളമ്പിയ സദ്യയോ? ഗുരുദേവ, അങ്ങയുടെ വില്ല് പാണ്ഡവരെ യമപുരിക്ക് അയക്കുവാൻ ദുർബലമാണെങ്കിൽ അങ്ങയുടെ രാജതരത്തിലെ ധ്വജം നാളെ കർണന്റെ കയ്യിൽ കൊടുക്കൂ. അയാളുടെ ഓരോ വാക്കും ദ്രോണന്റെ ഹൃദയം തകർത്തുകൊണ്ടേയിരുന്നു. അഹോരാത്രം കഷ്ടപ്പെട്ട് കൗരവരെയും പാണ്ഡവരെയും നിഷ്ഠയുടെ അസ്ത്രവിദ്യ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെപ്പറ്റി ശിഷ്യന്മാരാരും ചിന്തിച്ചില്ല. ഗുരുവിന് തന്റെ തള്ളവിരൽ മുറിച്ചു നൽകിയ അരയിൽ വന്യവൽക്കം ധരിച്ച നിർഷാദ പർവ്വതത്തിനെങ്കിൽ ചുറ്റിക്കറങ്ങുന്ന കറുത്ത ശരീരവും വെളുത്ത ഹൃദയവുമുള്ള ഏകലവ്യനെ മാത്രമേ ക്രൂരമായ കാലം ദ്രോണന്റെ നിഷ്ഠയുള്ള ശിഷ്യനായി തെളിയിച്ചുള്ളൂ. സാമൂഹിക അനാചാരങ്ങളെക്കാൾ ത്യാഗവും നിഷ്ഠയും എപ്പോഴും ശ്രേഷ്ഠമായിരിക്കും. എല്ലാവരോടുമുള്ള സ്നേഹം തന്റെ ഒഴിഞ്ഞ ആവനാഴിയിൽ നിറച്ച് ഗുരുദേവൻ നിശ്ചദാർത്ഥത്തോടെ എഴുന്നേറ്റു. ശുഭ്രമായ താടിയൊന്ന് വിറച്ചു. എൻ്റെ പരാക്രമത്തിൽ സംശയിക്കുന്ന ദുര്യോധനെ ഞാൻ നാളെ തന്നെ കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു പ്രമുഖ പാണ്ഡവനെയും ചക്രവ്യൂഹത്തിൽ കിടക്കുന്ന ശരീരം കാണാതെ നാളെ സൂര്യൻ അസ്തമിക്കുകയില്ല. ഇത്രയും പറഞ്ഞ് അദ്ദേഹം വേഗം സഭ വിട്ട് ഇറങ്ങിപ്പോയി.